Hi, dear ones. Good morning. How are you, children? Are you fine? Okay, I am also fine, dear ones. Dear ones, welcome to our geography class. Chapter 6. The name of the chapter, Natural Vegetation and Wildlife. The name of the chapter, Natural Vegetation and Wildlife. God bless you, dear ones. Let's start today's session. All of you ready with your textbook? Are you happy? Okay, let's start. Natural vegetation and wildlife. Salima was excited about the summer camp she was attending. Salima was excited about the summer camp she was attending. She had gone to visit Manali in Himachal Pradesh. Manali is in Himachal Pradesh. Along with her classmates. She recalled how surprised she was to see the changes in the landform and natural vegetation as the bus climbed higher and higher. The deep jungles of the foothills comprising sal and teak slowly disappeared. She could see tall trees with thin pointed leaves and one cone-shaped canopies on the mountain slopes. She learned that those were coniferous trees. She noticed blooms of bright flowers on tall trees. From Manali, as she was traveling up to Rohtam Pass, she saw that the land was covered with short grass and snow in some places. നമ്മുടെ ഒരു പുതിയ ചാപ്റ്ററാണ്, ജോഗ്രഫിയാണ്. നാച്ചുറൽ വെജിറ്റേഷൻ എന്നാണ് ചാപ്റ്റർ നെയിം. എന്താണ് ചാപ്റ്റർ നെയിം? നാച്ചുറൽ വെജിറ്റേഷൻ. ഇവിടെ നമ്മൾ ചെറിയൊരു കഥയാണ്. അത് സലീമ എന്ന് പറഞ്ഞൊരു കുട്ടി അവളുടെ സമ്മർ ക്യാമ്പിൽ ടൂർ പോകുന്നു. ആരുമായിട്ട്? ഫ്രണ്ട്സുമായിട്ട്, ക്ലാസ്മേറ്റ്സുമായിട്ട് പോകുന്നു. എവിടേക്കാണ്? ഹിമാചൽ പ്രദേശിലുള്ള മണാലി എന്ന സ്ഥലത്തേക്കാണ് അവര് ടൂറ് പോകുന്നത്. അപ്പൊ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവള് പല കാഴ്ചകളും കാണും. അതായത് ഇങ്ങനെ പല ചേഞ്ചസ്, ലാൻഡ് ഫോമിന്റെ പല ചേഞ്ചസ് കാണാൻ പറ്റും. വലിയ വലിയ മരങ്ങൾ, നീളമുള്ള കൂർത്ത ഇലകളൊക്കെയുള്ള മരങ്ങൾ, പലതരത്തിലുള്ള മലകളും ചെടികളും ഒക്കെ പോകുന്ന അവസരത്തിൽ കാണുന്നു. പ്രത്യേക തരത്തിലുള്ള പൂക്കളും എല്ലാം പോകുന്ന സമയത്ത് ഈ സലീമ കാണുകയാണ്. ഫ്രം മണാലിയിലേക്കുള്ള യാത്ര, ഹിമാചൽ പ്രദേശിലെ മണാലിയിലേക്കുള്ള യാത്രയിലാണ് ഈ സലീമ എന്ന് പറഞ്ഞ കുട്ടി ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നത്. ഫ്രം സലീമാസ് ഒബ്സർവേഷൻസ് we surmise that there is a close relationship between height of land and the character of vegetation. അപ്പോൾ സലീമയുടെ ഇതിൽ നിന്നും, സലീമയുടെ ഈ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് ലാൻഡ് ആൻഡ് character of vegetation. With the change in height, the climate changes and that changes natural vegetation. Then climate changes and that changes നാച്ചുറൽ വെജിറ്റേഷൻ. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതിന് അനുസരിച്ച് നാച്ചുറൽ വെജിറ്റേഷനും ചേഞ്ചസ് ഉണ്ടാകുന്നു. ദ ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ. ദ ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഫാക്ടേഴ്സ് ലൈക്ക് സ്ലോപ്പ് ആൻഡ് തിക്നെസ് ഓഫ് സോയിൽ. അപ്പം these also, the growth of vegetation depends on the temperature and moisture. It also depends on factors like slope and thickness of soil. ഈ മണ്ണിന്റെ സ്ലോപ്പും അതിന്റെ തിക്നെസ്സും ഒക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. The type and thickness of natural vegetation varies from place to place because of the variation in these factors. അപ്പം ഈ ടൈപ്പ് ഓഫ് തിക്നെസ് ആൻഡ് നാച്ചുറൽ വെജിറ്റേഷൻ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല, പല സ്ഥലങ്ങളിൽ വ്യത്യാസപ്പെട്ട് ഇരിക്കുന്നു. അതിന് കാരണമുണ്ട് അല്ലെ?
എന്തിന്റെയൊക്കെ പ്ലേസ്ഡ് ബിക്കോസ് ഓഫ് ദ വേരിയേഷൻ ഇൻ ദീസ് ഫാക്ടേഴ്സ്. നമ്മൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സിന് വേരിയേഷൻ വരുന്നതനുസരിച്ച് ഇതിനും മാറ്റം ഉണ്ടാകാം. ദ നാച്ചുറൽ വെജിറ്റേഷൻ ഈസ് ജനറലി ക്ലാസിഫൈഡ് ഇൻറ്റു 3. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 എണ്ണമായിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഫോറസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഗ്രാസ് ലാൻഡ്, ഷ്രബ് എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് ദ ഫോറസ്റ്റ്, which grow where temperature and rainfall are plentiful to support a tree cover. Depending upon these factors, dense and open forests are grown. But forest, first one is the forest, which grow where temperature and rainfall are plentiful to support a tree cover. Depending upon these factors, dense and open forests are grown. Next one is the grassland, which grow in the region of moderate rain. അതായത് മോഡറേറ്റ് റെയിൻ കിട്ടുന്ന സ്ഥലത്താണ് ഗ്രാസ് ലാൻഡ്സ് വളരുന്നത്. നെക്സ്റ്റ് വൺ shrubs. Thorny shrubs and scrubs grow in the dry region. Thorny shrubs and scrubs grow in which region? Dry region. നമുക്കറിയാം മരുഭൂമികളിലൊക്കെ ഡ്രൈ ആയിട്ടുള്ള റീജിയനിലാണ് തോണി shrubs കേൾക്കുന്നത്. ഇനി സലീമ was sharing her experience of Himalayan trip with her father. She shared his experience with whom? With her father. Her father visited various places. Salima's father visited various places in the world. He told Salima about his observation of the variety of vegetation in different parts of different continents. He told Salima his observations of the different parts of the continent. Forest. First one is tropical evergreen forest. These forests are also called tropical rainforest. Which forest is called tropical rainforest? Tropical evergreen forests are called tropical rainforest. These thick forests occur in the regions near the equator and close to the tropics. These forests occur in regions near the equator and tropics. These regions are hot and receive heavy rainfall. Hot and heavy rainfall throughout the year. As there is no particular dry season, the trees do not shed their leaves altogether. This is the reason they are called evergreen. This is the reason they are called evergreen forest. The thick canopies of the closely spaced trees do not allow the sunlight to penetrate inside the forest even in the daytime. Hardwood trees like rosewood, ebony, mahogany are common here. നമ്മളിനി ഫോറസ്റ്റുകളെ പറ്റിയാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഈ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിനെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നു. തിക് ഫോറസ്റ്റ് ഒക്കെ ഈ ഫോറസ്റ്റുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? റീജിയൻസ് നിയർ ദ ഇക്വേറ്റർ ആൻഡ് ക്ലോസ് ടു ദ ട്രോപ്പിക്സ് ആണ് ഇവ കാണപ്പെടുന്നത്. ദീസ് റീജിയൻസ് ആർ ഹോട്ട് ആൻഡ് റിസീവ് വെരി റെയിൻഫോൾ ത്രൂ ഔട്ട് ദ ഇയർ. അവിടെ നല്ല ക്ലൈമറ്റ് ആണ്, അവർക്ക് നല്ല കാലാവസ്ഥയാണ് അവിടെ കിട്ടുന്നത്. ഹോട്ട് ആൻഡ് റിസീവ് ഹെവി റെയിൻഫോൾ ത്രൂ ഔട്ട് ദ ഇയർ. ആസ് ദർ ഈസ് നോ പർട്ടിക്കുലർ ഡ്രൈ സീസൺ, അവിടെ പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ ഡ്രൈ സീസൺ ഇല്ല. ദ ട്രീസ് ഡു നോട്ട് ഷെഡ് ദ ലീവ്സ് ഓൾ ടുഗദർ. ഈ മരങ്ങളെല്ലാം കൂടി ഒരുമിച്ച് അതിന്റെ ഇലകൾ പൊഴിക്കാറും ഇല്ല. അതുകൊണ്ടാണ് ദിസ് ഈസ് ദ റീസൺ ദേ ആർ കോൾഡ് എവർഗ്രീൻ എന്ന് പറയുന്നത്. എപ്പോഴും പച്ച പുതച്ച് നിൽക്കുന്നതായിട്ട് കാണാം. ഒന്നിച്ച് എല്ലാ മരങ്ങളും കൂടി അവരുടെ ലീവ്സ് ഇലകള് ഇങ്ങനെ പൊഴിക്കാറില്ല. അതുകൊണ്ട് ഇവയെ നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നു. ദ തിക് കനോപ്പീസ് ഓഫ് ദി ക്ലോസ്ലി സ്പേസ് ട്രീസ് ഡു നോട്ട് അലോ ദ സൺലൈറ്റ് ടു പെനട്രേറ്റ് ദ ഫോറസ്റ്റ്. അപ്പൊ അതായത് ഇതിൽ ഒരു കുട പോലെ അല്ലെ, എല്ലാ ചെടികളുടെയും മുകൾ ഭാഗം, ഈ മരങ്ങളുടെ എല്ലാം മുകൾ ഭാഗം വന്ന് ഇലകളെല്ലാം കൂടി ചേർന്ന് ഒരു കുട പിടിച്ചിരിക്കുന്നത് പോലെയാണ് ഇവ. അപ്പം സൺലൈറ്റിന് അതിലൂടെ ഈ ഇലകൾക്കിടയിലൂടെ ഈ ഫോറസ്റ്റിലേക്ക് എത്താൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇത് കാണപ്പെടുന്നത്. പിന്നെ അവിടുത്തെ പ്രധാന മരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹാർഡ്വുഡ് ട്രീസ് ലൈക്ക് റോസ് വുഡ് ഉണ്ട്, എബണി, മഹാഗണി ആർ കോമൺ ഹിയർ. ഇവിടുത്തെ പ്രധാനപ്പെട്ട മരങ്ങളാണ്. ദ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഇൻ ബ്രസീൽ ഈസ് സോ ഇനോർമസ് ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ക് ദ ലങ്സ് ഓഫ് ദി എർത്ത് എന്ന്
പറയുന്നു, ബ്രസീലിലെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുകളെ. പിന്നെ അനക്കോണ്ട, വൺ ഓഫ് ദി വേൾഡ്സ് ലാർജസ്റ്റ് സ്നേക്സ് ഈസ് ഫൗണ്ട് ഇൻ ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അനക്കോണ്ട ലോകത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് സ്നേക്ക് ആണ്. അത് എവിടെ കാണപ്പെടുന്നു? ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്നു. ഇറ്റ് ക്യാൻ കിൽ ആൻഡ് ഈറ്റ് എ ലാർജ് അനിമൽ സച്ച് ആസ് എ ക്രോക്കഡൈൽ. ഒരു ക്രോക്കഡൈലിനെ പോലും കൊന്ന് തിന്നാനുള്ള ഇത് ആർക്കുണ്ട്? ഈ അനക്കോണ്ടയ്ക്ക് ഉണ്ട്. ഇനി അടുത്തത് ഏതാന്ന് നോക്കിക്കേ, ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. ട്രോപ്പിക്കൽ ഡെസിഡിയസ് ആർ ദ മൺസൂൺ ഫോറസ്റ്റ് ഫൗണ്ട് ഇൻ ദ ലാർജ് പാർട്ട് ഓഫ് ഇന്ത്യ, നോർത്തേൺ ഓസ്ട്രേലിയ ആൻഡ് ഇൻ സെൻട്രൽ അമേരിക്ക. ഈ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റിനെ നമുക്ക് എവിടെയൊക്കെ കാണാം എന്ന് നോക്കിക്കേ. എവിടെയൊക്കെയുണ്ട്? ഇന്ത്യ, പാർട്ട് ഓഫ് ഇന്ത്യ, നോർത്തേൺ ഓസ്ട്രേലിയ ആൻഡ് ഇൻ സെൻട്രൽ അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെ നമുക്ക് ഈ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റിനെ കാണാം. ദീസ് റീജിയൻസ് എക്സ്പീരിയൻസ് സീസണൽ ചേഞ്ചസ്. ഇവിടെ സീസണൽ ചേഞ്ചസ് ഉണ്ട്. ട്രീസ് ഷെഡ് ദർ ലീവ്സ് ഇൻ ദ ഡ്രൈ സീസൺ ടു കൺസർവ് വാട്ടർ. ഡ്രൈ സീസണില് ഈ മരങ്ങൾ ഇലകൾ പൊഴിക്കുന്നു. കാരണം എന്താണ്? കൺസർവ് വാട്ടർ കൺസർവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദ ഹാർഡ്വുഡ് ട്രീസ് ഫൗണ്ട് ഇൻ ദീസ് ഫോറസ്റ്റ് ആർ സാൽ, ടീക്ക്, നീം ആൻഡ് ശിഷം. ഇതെല്ലാം ഇവിടെ കാണപ്പെടുന്ന വൃക്ഷങ്ങളാണ്. ഹാർഡ്വുഡ് ട്രീസ് ആർ എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ മേക്കിംഗ് ഫർണിച്ചർ, ട്രാൻസ്പോർട്ട് ആൻഡ് കൺസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്. അതായത് ഈ ഹാർഡ്വുഡ് ട്രീസ് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ളതാണ്. ഇതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? മേക്കിംഗ് ഫർണിച്ചർ ഉണ്ടാക്കുന്നു, പിന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് കൺസ്ട്രക്ഷണൽ മെറ്റീരിയൽസിനായിട്ട് ഉപയോഗിക്കുന്നു. ടൈഗേഴ്സ്, ലയൺസ്, എലിഫന്റ്സ്, ലംഗൂസ് ആൻഡ് മങ്കീസ് ആർ ദ കോമൺ അനിമൽ ഓഫ് ദിസ് റീജിയൻ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ റീജിയനിൽ കാണപ്പെടുന്ന മൃഗങ്ങളാണ് ഇവ. നെക്സ്റ്റ് വൺ ഈസ് ദ ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്. അടുത്തത് ഏതാണ്? ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ദ ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ മിഡ് ലാറ്റിറ്റ്യൂഡിനൽ കോസ്റ്റൽ റീജിയനിലാണ് ഇവ കാണപ്പെടുന്നത്. ദേ ആർ കോമൺലി ഫൗണ്ട് അലോങ് ദ ഈസ്റ്റേൺ മാർജിൻ ഓഫ് ദി കോണ്ടിനെന്റ്സ്. ദേ ആർ കോമൺലി ഫൗണ്ട് വെയർ ഈസ്റ്റേൺ മാർജിൻ ഓഫ് ദി കോണ്ടിനെന്റ്സ്. സൗത്ത് ഈസ്റ്റ് USA, South China and in Southeast Brazil. The comprise both hard and softwood trees like oak, pine, eucalyptus, etc. അപ്പൊ ഇവിടെ ഓക്ക്, പൈൻ, യൂക്കാലിപ്റ്റസ് എന്നീ മരങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. നെക്സ്റ്റ് വൺ ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. As we go towards higher latitudes, there are more temperature deciduous forests. These are found in the northeastern part of USA, China, New Zealand, Chile and also found in the coastal regions of Western Europe. They shed their leaves in the dry season. ഇവരും ഡ്രൈ സീസണിൽ ഇലകൾ പൊഴിക്കുന്ന വൃക്ഷങ്ങളാണ്. The common trees are oak, ash, beech, etc. അത് പ്രധാനപ്പെട്ട മരങ്ങളാണ് ഇവ. Deer, foxes, wolves are the animals commonly found. Birds like pheasants, monals are also found here. Birds ഉണ്ട്, മൃഗങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. Next one is the Mediterranean vegetation. You have learned that most of the east and northeast margins of the continents are covered by temperate evergreen and deciduous trees. The west and southwest margins of the continents are different. The west and southwest margins of the continents are different. They have Mediterranean vegetation. It is mostly found in the area around the Mediterranean Sea in Europe, Africa and Asia, hence the name. This kind of vegetation is also found outside the actual Mediterranean region in California, in the USA, Southwest Africa, Southwestern South America and Southwest Australia. These regions are അപ്പൊ ഇവിടെ ടൈഗയുടെ മീനിങ് പറഞ്ഞിരിക്കുന്നത് ടൈഗ മീൻസ് പ്യുവർ എന്നാണ്. ഇത് റഷ്യൻ ലാംഗ്വേജ് ആണ്. അൺടച്ച്ഡ് ഇൻ ദ റഷ്യൻ ലാംഗ്വേജിൽ പറയുന്ന അതിന്റെ മീനിങ് അൺടച്ച്ഡ് എന്നാണ്. ടൈഗ മീൻസ് പ്യുവർ ആണ്, ഓർ അൺടച്ച്ഡ് ഇൻ ദി റഷ്യൻ ലാംഗ്വേജ്. നെക്സ്റ്റ് വൺ ഈസ് ഗ്രാസ്ലാൻഡ്സ്. ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ്. These occur on either side of the equator and extend till the tropics. This vegetation grows in the areas of moderate to low amount of rainfall. Tropical grasslands നെ പറ്റിയാണ് പറയുന്നത്. These occur on either side of the equator, extend till the tropics. Equator മുതൽ tropics വരെ extend ചെയ്തിരിക്കുന്നു. This vegetation grows in the areas of moderate to low amount of rainfall. The grass can grow very tall. ഈ പുല്ലുകൾ വളരെ പൊക്കത്തിൽ വളരുന്നു. About 3 to 4 meters in height. About 3 to 4 meters in height. Savanna grasslands of Africa
ആർ ഓഫ് ദിസ് ടൈപ്പ്. സവന്ന, ആഫ്രിക്കയിലെ സവന്ന ഗ്രാസ് ലാൻഡ് ഇതിന് ഉദാഹരണമാണ്. എലഫന്റ്, സീബ്രാസ്, ജിറാഫ്, ഡിയർ, ലിയോപാർഡ്സ് ആർ കോമൺ ഇൻ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ്. ഇവിടെ കാണപ്പെടുന്ന മൃഗങ്ങളാണ് ഇതൊക്കെ. ഇനി അടുത്തത് temperate grasslands ആണ്. These are found in the mid-latitudinal zones and in the interior part of the continents. Usually grass here is short and nutritious. Wild buffaloes, bisons, antelopes are common in the temperate region. അപ്പം ഈ ഗ്രാസ് ലാൻഡ്സ് ആർ നോൺ ബൈ ഡിഫറെന്റ് നെയിംസ് ഇൻ ഡിഫറെന്റ് റീജിയൻ. ഈ ഗ്രാസ് ലാൻഡ് പല റീജിയനിലും പല പ്രദേശങ്ങളിലും ഡിഫറെന്റ് പേരിലാണ് അറിയപ്പെടുന്നത്. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ഈസ്റ്റ് ആഫ്രിക്കയിൽ സവന്ന എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്രസീലിലെ എന്നും വെനിസുലയില് ലാനോസ് എന്നും പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് അർജന്റീനയില്, നോർത്ത് അമേരിക്കയില് പ്രയറി, സൗത്ത് ആഫ്രിക്കയില് വെൽഡും, ഓസ്ട്രേലിയയില് ഡൗൺ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ദ തോണി ബുഷസ് ആണ്. ദീസ് ആർ ഫൗണ്ട് ഇൻ ദ ഡ്രൈ ഡെസേർട്ട് ലൈക്ക് റീജിയൻ. അതായത് മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഇതാണ് തോണി ബുഷസ്. അപ്പൊ ട്രോപ്പിക്കൽ ഡെസേർട്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ദി കോണ്ടിനെന്റ്. ദ വെജിറ്റേഷൻ കവർ ഈസ് സ്കേഴ്സ് ഹിയർ. The vegetation cover is scarce here because of scanty rain and scorching heat. Identify the desert regions in the world map. If you reach the polar region, you will find the place extremely cold. നമ്മൾ പോളാർ റീജിയനിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഭയങ്കര എക്സ്ട്രീം കോൾഡ് ആണ്, ഭയങ്കര തണുപ്പാണ്. The growth of natural vegetation is very limited here. Only mosses, lichens and very small shrubs are found here. നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് എന്തൊക്കെയാ കാണാൻ പറ്റുന്നത്? മോസസ്, ലിച്ചൻസ് ആൻഡ് വെരി സ്മോൾ ഷ്രബ്സിനെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഇറ്റ് ഗ്രോസ് ഡ്യൂറിംഗ് ദ വെരി ഷോർട്ട് സമ്മർ. ദിസ് ഈസ് കോൾഡ് തുന്ദ്ര ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ. അതിനെയാണ് നമ്മൾ തുന്ദ്ര ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ദിസ് വെജിറ്റേഷൻ ഈസ് ഫൗണ്ട് ഇൻ ദ പോളാർ ഏരിയാസ് ഓഫ് യൂറോപ്പ്, ഏഷ്യ ആൻഡ് North America. The animals have thick fur and thick skin to protect themselves from the cold climatic conditions. അവിടെയുള്ള ആനിമൽസിന് ഒരു പ്രത്യേകതയുണ്ട്. നല്ല കട്ടിയുള്ള രോമങ്ങളാൽ ആവൃതമാണ് അവരുടെ ശരീരം. അതെന്തിനാണ്? ഇതിൽ നിന്നും രക്ഷപ്പെടാൻ, ഈ തണുപ്പിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇത് അവർക്കുള്ളത് അല്ലെ. ഏതാണ് ഭയങ്കര അനിമൽസ്? തിക്ക് ഫർ ആൻഡ് തിക്ക് സ്കിൻ. നല്ല കട്ടിയുള്ള സ്കിന്നാണ്, നല്ല രോമം, നല്ല നിറഞ്ഞ രോമങ്ങൾ ഉള്ള ഇതാണ് അതുങ്ങൾക്ക്. അത് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്. പിന്നെ സീൽ, വാൾറസസ്, മാസ്ക് ഓക്സൻ, ആർട്ടിക് ഔൾ, പോളാർ ബിയർ ആൻഡ് സ്നോ ഫോക്സസ് ആർ സം ഓഫ് ദ അനിമൽസ് ഫൗണ്ട് ഹിയർ. ഇവിടെ കാണപ്പെടുന്ന ചില അനിമൽസ് ആണ്. സലീമാസ് ഫാദർ ഷോഡ് ഹെർ സം photographs of thick forest. In some of the photographs, Salima observed that people were cutting trees and clearing the forest. Salima's father showed some photographs of thick forest. In some of the photographs, Salima observed that people were cutting trees and clearing the forest. Her father explained that the local people wanted their land for agricultural and settlements. ഇതിന് കാരണം എന്താണെന്ന് അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞു. അതായത് ചില ആൾക്കാർക്ക്, ലോക്കൽ പീപ്പിൾസിന്, അവിടുത്തെ സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് ഭൂമി വേണം. എന്തിനാണ്? കൃഷി ചെയ്യുന്നതിനും അവിടെ താമസിക്കുന്നതിനും അവർക്ക് ഭൂമി വേണം. സോ ദേ ക്ലിയർഡ് അപ്പ് ദ ഫോറസ്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് അവര് വനങ്ങൾ വെട്ടിത്തെളിച്ചിട്ട് അവിടെ കൃഷിഭൂമികൾ ഉണ്ടാക്കും. അവർക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളും ഒരുക്കിയിരുന്നു. സലിമ സ്റ്റാർട്ടഡ് വണ്ടറിങ് ഇഫ് ഓൾ ഫോറസ്റ്റ് ആർ ക്ലിയർഡ് വെൻ വേർ വിൽ ദ വൈൽഡ് ലൈഫ് ഗോ. അപ്പം സലീമയ്ക്ക് ഒരു സംശയം, ഇതെല്ലാം ഇങ്ങനെ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ എങ്ങോട്ട് പോകും എന്നാണ്. വിൽ ദ ഫോറസ്റ്റ് ടേക്ക് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് എഗെയിൻ. ഈ ഫോറസ്റ്റിന്, ഈ വനങ്ങൾക്ക് വീണ്ടും അതിന്റെ ഒറിജിനൽ ഷേപ്പ് കിട്ടുമോ? ഇഫ് പീപ്പിൾ ഗോ ഓൺ കട്ടിംഗ് ദ ട്രീസ് ലൈക്ക് ദിസ്, വിൽ ദർ ബി ഇനഫ് ഓക്സിജൻ, വാട്ടർ വേപ്പർ, ടിംബർ, ഫ്രൂട്ട്സ്, നട്ട്സ് അവൈലബിൾ ഇൻ ഫ്യൂച്ചർ. അപ്പൊ നമുക്ക് ആവശ്യമായ പല സാധനങ്ങളും ഇങ്ങനെ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും കാലക്രമേണ നമുക്ക് നഷ്ടമായി തീരും. അപ്പം എന്നാണ് സലീമയുടെ ഒബ്സർവേഷൻ. നിങ്ങൾക്കും അത് തന്നെയല്ലേ? നമ്മളിപ്പം വനങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ നമുക്കിപ്പൊ കിട്ടുന്ന യാതൊരു വസ്തുക്കളും പിന്നീട് കിട്ടാതാകും. വന്യജീവികൾക്ക് ജീവിക്കാൻ ഇടമില്ലാതാകും. നമുക്ക് വനങ്ങളിൽ നിന്നും കിട്ടുന്ന സമ്പത്തുകൾ നമുക്ക് നഷ്ടമായി മാറും.
Okay, children. We finished this chapter. I hope you understood this chapter. Dear ones, read the textbook and do all the exercise and study the notes. Watch the video again and again. Okay, dear ones. God bless you. We will meet in the next class. Bye bye.